Welcome back to Dentonite. Today we are going to talk about Lamborghini Revelto. ലംബോർഗിനി ഏതൊരു കാർ വിപണിയിലേക്ക് ഇറക്കുകയാണെങ്കിലും ആ വണ്ടിക്ക് കൊടുക്കുന്ന പേരെന്നൊരു അർത്ഥം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വണ്ടിക്കും രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഒരു ഫൈറ്റിംഗ് ബുള്ളിൻ്റെ പേരാണ് റെവൽട്ടോ എന്ന് പറയുന്നത്. അടുത്തത് സ്പാനിഷിൽ റെവൽട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാമ്പിൾഡ് എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിക്കലർന്നത്. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാനായിട്ട് കമ്പനിക്ക് ഒരു വ്യക്തമായ കാരണമുണ്ട്. അത് ഞാൻ പറയാം. അതിൻ്റെ മുമ്പ് വണ്ടി കാണാൻ ഒരു രക്ഷയുമില്ല. ആദ്യമായിട്ട് കാണുന്ന ടൈമിൽ ഏതൊരാളും പ്രണയത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. അമ്മാരി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈനിലൊരു പ്രത്യേക സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലംബോർഗിനി കഴിഞ്ഞ 15 വർഷത്തിൽ ഇറക്കിയ എല്ലാ വണ്ടികളുടെ ഒരു ഡിസൈൻ എലമെൻറ്റ് ഈ വണ്ടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഒരു സ്ക്രാമ്പിൾഡ് അല്ലെങ്കിൽ റെവൽട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കൊടുത്തത്. നിങ്ങൾ ഈ വണ്ടീൻ്റെ DRLs ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരു Y എന്ന് പറഞ്ഞ ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ വണ്ടിയിലെ പല ഭാഗത്തും ആ ഒരു Y ലെറ്റർ സിംബിളൈസ് ചെയ്യുന്നുണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ ലൈൻസ്, ബാക്കിൽ നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റിൻ്റെ ആ ഒരു വാൾവൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പൊക്കെ Y എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് റിസംബിൾ ചെയ്യുന്നത് നമ്മുടെ സിയാനെയാണ്, ലംബോർഗിനി സിയാൻ. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻ്റാണ് ഈ Y എന്ന് പറയുന്നത്. ഇനി ഈ വണ്ടീൻ്റെ റൂഫ് നോക്കുകയാണെങ്കിൽ സിൻറ്റനേറിയോയിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് റൂഫ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി തന്നെ കുണ്ടാസ് മുതൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഡോറിൻ്റെ ഡിസൈനാണ്, സിസർ ടൈപ്പ് ഡോറാണ് ഈ വണ്ടിയിലും വന്നിട്ടുള്ളത്. സോ അങ്ങനെ 15 വർഷത്തിൻ്റെ ഉള്ളിൽ ഇറക്കിയ വണ്ടികളുടെ ഓരോ ഡിസൈൻ എലമെൻസും ഈ വണ്ടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെവൽട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിൻ്റെ പവർ ഫിഗേഴ്സ്. ഈ വണ്ടി ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. സോ ഹൈബ്രിഡ് വെഹിക്കിൾ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ലേശം കൂടി ഒരു പവർ ബൂസ്റ്റ് നമുക്ക് ഇലക്ട്രിക് മോട്ടോർ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടും. ആ ഒരു പവർ ബൂസ്റ്റ് അന്യായമായിട്ട് ഈ വണ്ടിയിലുണ്ട്. ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിനെയും ഇലക്ട്രിക് വെഹിക്കിൾസിനെയും എതിർക്കുന്ന ആൾക്കാരുണ്ട്. ഐ നോ യുവർ ഫീലിങ്സ്. നമുക്ക് മനസ്സിലാവും, ആർക്കും ഇഷ്ടമല്ല ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് നമ്മുടെ ടോട്ടലി എല്ലാ വണ്ടികളും മാറുക എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഫീല് പോവും, മനസ്സിലാവും. പക്ഷേ എൻവിറോൺമെൻറ്റൽ നോംസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ 13 മോഡ്സ് വരുന്നുണ്ട്. ഓരോ 13 മോഡ്സിലും നിങ്ങൾക്ക് ഓരോ പവർ ഫിഗേഴ്സാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഈ വണ്ടീൻ്റെ എൻജിനെ കുറിച്ച് പറയാം. എൻജിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് 6.5 V12 എൻജിനാണ് ഇതിൽ വരുന്നത്, വിച്ച് പ്രൊഡ്യൂസസ് 825 ഹോഴ്സ് പവർ അറ്റ് 9250 RPM. 9250 RPMലാണ് ഈ ഒരു 825 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 500 RPM കൂടുതലാണ് പോർഷെ 911 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 78 ഹോഴ്സ് പവർ കൂടുതലാണ് അവെൻറ്റഡോറിനെ വെച്ച് നോക്കുന്ന ടൈമിൽ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന്. കഴിഞ്ഞിട്ടില്ല, ഇത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 1015 ഹോഴ്സ് പവറാണ്. 1015 ഹോഴ്സ് പവർ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലംബോർഗിനി ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ബെസ്റ്റ് ലംബോർഗിനി എവ എന്നൊക്കെ പറയാൻ പറ്റും. ഇത്രയും പെർഫോമൻസ് തരുന്ന എൻജിൻ ആയതുകൊണ്ട് വെയിറ്റ് കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. 17 കിലോഗ്രാംസ് വെയിറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഓ മൈ ഗോഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വണ്ടിക്ക് 13 മോഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ള മോഡ്സ് ഞാൻ പറഞ്ഞുതരാം. ചീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. ഓൺലി ഇലക്ട്രിക് ആണ്. 180 ഹോഴ്സ് പവറാണ് ആ ഒരു മോഡിൽ ജനറേറ്റ് ചെയ്യുക, വെറും ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട്. പിന്നെ സ്ട്രാഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. അത് 886 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യും. പിന്നെ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡിൽ 907 ഹോഴ്സ് പവർ. ആൻഡ് കോർസ എന്ന് പറഞ്ഞ മോഡലാണ് 1015 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടീൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുന്നത് ഫെറാറിൻ്റെ SF90 ആണ്. പിന്നെ ഈ വണ്ടി 0 to 100 വെറും 2.5 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യും. ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് രീതിക്കുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. 84 mm ലെഗ് റൂം കൂടിയിട്ടുണ്ട്, 24 mm ഹെഡ് റൂമും കൂടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ലംബോർഗിനി റെവൽട്ടോനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.